ഐ മൈസെൽഫ് അശ്വതി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ 4th മൊഡ്യൂളിൽ നിന്ന് യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. 5 മാർക്ക്, 2017 ജൂലൈയിലെ ക്വസ്റ്റ്യൻ ആണ്. ബെൻഡിങ് മൊമെൻറ്റ്, ദ ഓൾജിബ്രിക് സം ഓഫ് all forces acting to the right or left of the section is known as bending moment. ഒരു ബീമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാരണമുള്ള മൊമെൻറ്റ്സിൻ്റെ സമ്മിനെയാണ് ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ദെൻ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്, ഡ്യൂ ടു പ്യുവർ ബെൻഡിങ് ദ ലെയർ എബവ് ന്യൂട്രൽ ആക്സിസ് സബ്ജക്റ്റഡ് ടു കംപ്രസീവ് സ്ട്രെസ് ആൻഡ് ലെയർ ബിലോ ന്യൂട്രൽ ആക്സിസ് സബ്ജക്റ്റഡ് ടു ടെൻസൈൽ സ്ട്രെസ്. ഒരു ബീം പ്യുവർ ബെൻഡിങ്ങിന് വിധേയമായാൽ ന്യൂട്രൽ ആക്സിസിന് മുകളിലുള്ള ലെയർ കംപ്രസീവ് സ്ട്രെസ്സിനും ന്യൂട്രൽ ആക്സിസിന് താഴെയുള്ള ലെയർ ടെൻസൈൽ സ്ട്രെസ്സിനും വിധേയമാകുന്നു. ഡ്യൂ ടു ദീസ് സ്ട്രെസ്സസ് ഫോഴ്സ് വിൽ ബി ആക്ടിങ് ഓൺ ദ ലെയേഴ്സ്. ദീസ് ഫോഴ്സസ് വിൽ ഹാവ് മൂവ്മെൻറ്റ് അബൌട്ട് ന്യൂട്രൽ ആക്സിസ്. ഈ സ്ട്രെസ് കാരണം ഒരു ഫോഴ്സ് ലെയേഴ്സിൽ ആക്ട് ചെയ്യുന്നു. ആ ഫോഴ്സ് കാരണം ന്യൂട്രൽ ആക്സിസിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. Then total moment of these forces about neutral axis for a section is known as moment of resistance. ഈ ഫോഴ്സസ് കാരണം ന്യൂട്രൽ ആക്സിസിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ്സിൻ്റെ സമ്മിനെയാണ് മൊമെൻറ്റ്സ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡെറൈവ് ദ ക്ലാസിക് ബെൻഡിങ് മൊമെൻറ്റ്. 9 മാർക്ക്, 2017 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്യുവർ ബെൻഡിങ്? ഡെറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ബെൻഡിങ് സ്ട്രെസ് ഇൻ ബീംസ്, സ്റ്റേറ്റിംഗ് ദ അസംഷൻസ്. 15 മാർക്ക്, 2018 ഏപ്രിലെ ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻറ്റ് ബൈ പ്യുവർ ബെൻഡിങ്? സ്കെച്ച് ഓൺ എക്സാമ്പിൾ ഓഫ് എ ബീം സബ്ജക്റ്റഡ് ടു പ്യുവർ ബെൻഡിങ്. 3 മാർക്ക്, 2019 മെയ്യിലെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അസംഷൻസ് ഇൻ തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്? 5 മാർക്ക്, 2020 സെപ്റ്റംബറിലെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ടേം പ്യുവർ ബെൻഡിങ്. ഇഫ് എ ലെങ്ത് ഓഫ് ബീം ഈസ് സബ്ജക്റ്റഡ് ടു എ കോൺസ്റ്റൻറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് നോ ഷിയർ സ്ട്രെസ്. ഒരു ബീം കോൺസ്റ്റൻറ്റ് ബെൻഡിങ് മൊമെൻറ്റിന് വിധേയമാകുന്നു, ഷിയർ സ്ട്രെസ് ഇല്ല. ദ സ്ട്രെസ് വിൽ ബി സെറ്റപ്പ് ഇൻ ദാറ്റ് ലെങ്ത് ഓഫ് ബീം ഡ്യൂ ടു ബെൻഡിങ് മൊമെൻറ്റ്. ഈ ബീമിൽ ബെൻഡിങ് മൊമെൻറ്റ് കാരണം സ്ട്രെസ് ഉണ്ടാകുന്നു. ആൻഡ് ദ ലെങ്ത് ഓഫ് ബീം ഈസ് സെറ്റ് ടു ബി പ്യുവർ ബെൻഡിങ്. ഈ ബീമിൻ്റെ ലെങ്തിനെ പ്യുവർ ബെൻഡിങ് എന്നും ദ സ്ട്രെസ് സെറ്റപ്പ് ഇൻ ദാറ്റ് ലെങ്ത് ഓഫ് ബീം ആർ നോൺ ആസ് ബെൻഡിങ് സ്ട്രെസ്. ഇത് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ ബെൻഡിങ് സ്ട്രെസ് എന്നും പറയുന്നു. എക്സാമ്പിൾ ഫോർ പ്യുവർ ബെൻഡിങ്: ലോഡഡ് ബീം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. അസംഷൻസ്: the material of beam is homogeneous and isotropic. ബീമിൻ്റെ മെറ്റീരിയൽസ് ഹോമോജീനിയസുമായിരിക്കും ഐസോട്രോപ്പിക്കുമാണ്. ദ വാല്യൂ ഓഫ് യങ്സ് മോഡുലസ് സെയിം ഇൻ ടെൻഷൻ ആൻഡ് കംപ്രഷൻ. ബീം ടെൻഷന് വിധേയമാകുമ്പോഴും കംപ്രഷന് വിധേയമാകുമ്പോഴും യങ്സ് മോഡുലസിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ദ ട്രാവേഴ്സ് സെക്ഷൻ ഓഫ് ബീം വിച്ച് വെയർ പ്ലെയിൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ബെൻഡിങ്. ഒരു ബീമിൻ്റെ ട്രാവേഴ്സ് സെക്ഷൻ ബെൻഡിങ്ങിന് മുൻപും ബെൻഡിങ്ങിന് ശേഷവും പ്ലെയിൻ ആയിരിക്കും. ദ ബീം ഈസ് ഇനിഷ്യലി സ്ട്രെയിറ്റ് ആൻഡ് ഓൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഫിലമെൻറ്റ്സ് ബെൻഡ് ഇൻ ടു സർക്കുലർ ആർക്സ് വിത്ത് കോമൺ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഒരു ബീം ഇനിഷ്യലി സ്ട്രെയിറ്റ് ആയിരിക്കും, ലോഞ്ചിറ്റ്യൂഡിനൽ ഫിലമെൻറ്റ്സ് സർക്കുലർ ആർക്സായി ബെൻഡ് ചെയ്യുന്നു വിത്ത് കോമൺ സെൻറ്റർ ഓഫ് കർവേച്ചർ. ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ലാർജ് ആസ് കമ്പയർഡ് ടു ഡയമെൻഷൻസ് ഓഫ് ക്രോസ് സെക്ഷൻ. ഡയമെൻഷൻസ് ഓഫ് ക്രോസ് സെക്ഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് വലുതായിരിക്കും. ഈച്ച് ലെയർ ഓഫ് ബീം ഈസ് ഫ്രീ ടു എക്സ്പാൻഡ് ഓർ കോൺട്രാക്ട് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ദ ലെയർ എബവ് ഓർ ബിലോ ഇറ്റ്. ഒരു ബീമിൻ്റെ എല്ലാ ലെയേഴ്സും എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാനും ആ ലെയറിൻ്റെ പൊസിഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദെൻ ഡെറിവേഷൻ: കൺസിഡർ എ ബീം സെക്ഷൻ ബിഫോർ ബെൻഡിങ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഒരു ബീം ബെൻഡിങ്ങിന് വിധേയമാകുന്നതിന് മുൻപുള്ള ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ കൺസിഡർ എ ലെയർ GH അറ്റ് എ ഡിസ്റ്റൻസ് y ഫ്രം ന്യൂട്രൽ ആക്സിസ്. ഇതാണ് ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിസിൽ നിന്ന് y ഡിസ്റ്റൻസ് മാറി ഒരു ലെയർ കൺസിഡർ ചെയ്യുക. ദെൻ കൺസിഡർ എ സെക്ഷൻ ഓഫ് ബീം ആഫ്റ്റർ ബെൻഡിങ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ.
ഒരു ബീം സെക്ഷൻ ബെൻഡിങ്ങിന് വിധേയമാകുമ്പോഴുള്ള ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. Let R is the radius of curvature of layer G dash H dash, theta be the angle suspended by arc at center, y be the distance from neutral axis to layer G dash H dash, E is the Young's modulus. Then calculate strain in the layer GH due to bending. Strain അറിയാം, change in length by original length ആണ്. So strain E equal to G dash H dash minus GH by GH. Equation number 1. We have GH equal to EF. Arc length E dash F dash equal to arc length EF equal to R theta. Then arc length G dash H dash equal to R plus Y into theta. Equation number 3. Substitute equation 2 and 3 in equation number 1. Then E equal to R theta plus Y theta minus R theta by R theta. E equal to Y by R. Equation number 4. According to Hooke's law, sigma by E equal to capital E. E equal to sigma by E. Small e strain, sigma stress, capital E Young's modulus. Then equation 5 implies sigma by E equal to Y by R, sigma by Y equal to E by R. Bending stress acting on layer G dash H dash, sigma B equal to E by R into Y. Here E be the Young's modulus, R is the radius of curvature, E and R are constants. That is, sigma B is directly proportional to Y. Then consider cross section of beam as a rectangle and consider a small strip at a distance y from neutral axis having area dA as shown in the figure. ബീമിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് റെക്റ്റാങ്കുലറായി കൺസിഡർ ചെയ്യുക. ദെൻ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് y ഡിസ്റ്റൻസ് മാറി ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക ഹാവിങ് ഏരിയ dA. കൺസിഡർ ദ ഫോഴ്സ് DF ആക്ടിങ് ഓൺ ദ സ്ട്രിപ്പ്. DF ഈക്വൽ ടു സിഗ്മ ബി ഇൻറ്റു dA. DF ഈക്വൽ ടു സിഗ്മ ബി അറിയാം E by R ഇൻറ്റു Y. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ DF ഈക്വൽ ടു E by R ഇൻറ്റു Y dA. Then taking moment due to force DF, DM equal to E by R Y into Y dA equal to E by R Y square dA. Then total moment M equal to integral dm integral E by R y square dA. E by R constants integration പുറത്തെടുക്കുക. Then integral y square dA എന്ന് പറയുന്നത് I ആണ്, moment of inertia equal to E by R I. Then M by I equal to E by R. E by R equal to sigma by Y. So M by I equal to E by R equal to sigma by Y. Last question. What is the section modulus? Express the section modulus of rectangular section width B, depth D, circular section diameter D, hollow circular section internal diameter D, external diameter capital D. 5 മാർക്ക് 2019 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് സെക്ഷൻ മോഡുലസ്? സെക്ഷൻ മോഡുലസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് മൂമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സെക്ഷൻ അബൌട്ട് ന്യൂട്രൽ ആക്സിസ് ടു ഡിസ്റ്റൻസ് ഓഫ് ഔട്ടർമോസ്റ്റ് ലെയർ ഫ്രം ദി ന്യൂട്രൽ ആക്സിസ്. സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത് മൂമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെയും ഔട്ടർമോസ്റ്റ് ലെയറിൽ നിന്ന് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസിൻ്റെയും റേഷ്യോ ആണ്. ദാറ്റ് ഈസ് Z equal to I by Y max. Then section modulus of rectangular section Z equal to BD cube by 12 whole divided by D by 2. Then Z equal to BD square by 6. Then circular section Z equal to pi by 64 D raised to 4 divided by I by 2. Z equal to pi by 32 D cube. Then hollow circular section Z equal to moment of inertia ആണ് pi by 64 D raised to 4 minus D raised to 4 whole divided by Y max എന്ന് പറയുന്നത് D by 2 ചെയ്യുമ്പോൾ pi by 32 D into D raised to 4 minus small d raised to 4.